ഹായ്. അപ്പോൾ നമ്മൾ ഇന്നൊന്ന് പുറത്ത് പോവുകയാണ്. ഞാൻ ഒറ്റയ്ക്കല്ല പോണേ. നമ്മുടെ ഇൻസ്റ്റാഗ്രാമിലുള്ള എൻ്റെ 2 ഫ്രണ്ട്സ് ഉണ്ട്, കിഷോറേട്ടനും വിനുവേട്ടനും. ഇൻസ്റ്റാഗ്രാമിൽ ഉള്ള മിക്കവർക്കും അറിയാം, ഫ്രണ്ട്സ് ഓൺ വീൽസ് ഉണ്ട്, അവർ വരുന്നുണ്ട്. അപ്പോൾ അവരോട് നമ്മളിന്നൊന്ന് പുറത്ത് പോവുക. ഈ വീട്ടിൽ തന്നെ ഇരുന്നിട്ട് എനിക്കൊരുമാതിരി പ്രാന്ത് പോലെ ആവുന്നുണ്ട്. അപ്പോൾ ഒന്ന് പുറത്തിറങ്ങിയാൽ കുറച്ച് റിലീഫ് ആകുമല്ലോ എന്ന് പറഞ്ഞതുകൊണ്ട് അങ്ങനെ പോകാമെന്ന് വിചാരിച്ചു. പിന്നെ മറ്റേ പ്രൊജക്റ്റിൻ്റെ കോപ്പി എടുക്കാനും കാര്യങ്ങളൊക്കെ ഉണ്ട്. അവർ വരട്ടെ. കുളിച്ചൊരുങ്ങിയിരിക്കുന്നു. 2 മണിയൊക്കെയാകുമ്പോൾ വരും. ഇപ്പോൾ സമയം 1:45 ഹലോ, നമസ്കാരം. എന്താണ്, സുഖമല്ലേ? കുറേ നാളായി. അകത്തേക്ക് വരുന്നുണ്ടോ എന്ന് ചോദിച്ചാൽ പോയേക്കെന്നാൽ ഞാൻ പോട്ടെ വീട് പോട്ടെ. എങ്ങോട്ട് വേണമെങ്കിലും പോവാം, അങ്ങനെയൊന്നുമില്ല. ഞങ്ങളെ അതോ അത് ഞാൻ പറഞ്ഞിരിക്കുന്നു. അതാ ഞാൻ പറഞ്ഞേ. അവിടെ ആരോ എന്തോ വെച്ചിട്ടുണ്ട്, ഈ എന്തോ സംഭവം പണിതിട്ടുണ്ട്. അങ്ങോട്ടാ മറ്റേ ആള് വന്നോ? വാക്സിൻ്റെ കാര്യം വല്ലതും ചോദിച്ചോ? അതിൽ വാക്സിൻ്റെ കാര്യം ചോദിച്ചോ? അല്ലല്ല, ഫുൾ വീഡിയോ ആണല്ല. ഇപ്പം നമ്മൾ അന്നേരം കയറിയപ്പോൾ കുറച്ച് നേരം ഉണ്ടായിരുന്നു, പിന്നെ ഓഫായി, പിന്നെ ഇപ്പോഴും ഓണാക്കി. അത്യാവശ്യം ഇങ്ങോട്ടായിരിക്കും. ഇപ്പം അവർ കുറേ റിനോവേറ്റ് ചെയ്തു, പുതിയ മോളൊക്കെ ഒന്നും പിടിച്ചേക്കണ്ടേ. അതെ, ഫോണിൽ 256 ഉണ്ട്. ഒറ്റയ്ക്ക് വരാറില്ല. ഒറ്റയ്ക്ക് വന്നാൽ വഴി തെറ്റിപ്പോയില്ലേ? അച്ഛൻ്റെ അമ്മയുടെ കൂടെ വരാറുണ്ട്. ഞാൻ ഒറ്റയ്ക്ക് എപ്പോഴും മറ്റേ വനിതാ വിരുന്നിലൊക്കെ പോകുള്ളൂ. സിനിമയ്ക്ക് പോയാൽ തന്നെ. ഫസ്റ്റ് പക്ഷേ ഇവിടെ കേട്ടോ വന്നേ. ഒറ്റയ്ക്ക് ആദ്യമായിട്ട് സിനിമ കാണുമ്പോൾ ഇവിടെയാണ്. മറ്റേ ബ്രഹ്മയുഗം ഇല്ലേ, ബ്രഹ്മയുഗം. ഞാൻ ആദ്യമായിട്ട് ഒറ്റയ്ക്ക് പോയി കണ്ട സിനിമ അതാ. അതിവിടെ വന്നേ. പുള്ളി ഒരു പെൺകുച്ചാണോ, ഷാനി? കുറച്ച് കണ്ണിന് പ്രശ്നമുള്ളത്. അതിവിടെ അല്ല, അത് വനിതയിൽ. വനിത അടിപൊളിയാ. ഞാൻ സ്ഥിരം പോണത് വനിതയിലല്ലേ. നീ അടുത്ത ദിവസം അപ്പോൾ നമുക്കൊന്ന് ഇനിയിപ്പോൾ മറ്റേ ന്യൂ സെൻട്രൽ ടാക്കീസിൽ നിന്ന് പോകുന്നുണ്ട്. അപ്പം എങ്ങനെയുണ്ട്? വീട്ടിനവിടെ നിന്ന് അങ്ങോട്ടേക്കും വനിതയിലേക്കും ഒറ്റ ഇതേ ഉള്ളൂ. സെയിം കിലോമീറ്റേഴ്സാണ്, 7. പിന്നെ ആ സെൻട്രൽ ടോക്കീസിലേക്കാണ് 6 കിലോമീറ്റർ ഉള്ളൂ. അതെ, രണ്ടും അത് അടുത്തടുത്തല്ലേ? അവിടെ സെൻട്രൽ ടോക്കീസ് 6 കിലോമീറ്റർ ഉള്ളൂ. ന്യൂ സെൻട്രലാണ് 7. 7 കിലോമീറ്റർ. അത് വനിതയുടെ അതേ സെയിം കിലോമീറ്ററാണ്. ലിഫ്റ്റ് കയറുമ്പോൾ തീ പിടിക്കുമോ? അളിയ ഓണത് മുഴുവൻ താഴേക്കാന്നാ. മറ്റേ മരുഭൂമി, അയ്യോ അറബി ഒട്ടകം. പിന്നെ ഞാൻ സിനിമയിൽ ഞെക്കിയത് ടിങ് 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 എന്നൊക്കെ ഇട്ടിട്ടുണ്ടാവും.
എല്ലാ ഫ്ലോറിലും നിർത്തിയിട്ടേ പോകുള്ളൂ. അപ്പോൾ പറ്റിയില്ലേ? ഹലമോൻ പഠിച്ചു വീണല്ലേ? ഇവിടെ ജിമ്മുണ്ടോ? അതെ. പക്ഷെ ഇവിടെ വരെ വരണമെങ്കിൽ സീനല്ലേ? ജിമ്മിലെ പൈസ കൂടാതെ പാർക്കിങ്ങിനും പൈസ കൊടുക്കണ്ടേ? ഞാൻ ഇങ്ങനെ ആക്കിയ പിന്നെ വന്നിട്ടില്ല. ആയിക്കോട്ടെ. മോമോസ് ഉണ്ട്, ബിരിയാണി ഉണ്ട്, ബീഫുണ്ട്, പിന്നെ എനിക്കറിയാത്ത ഓരോ സാധനം. എവിടെയാണ് വാഷിംഗ്? ഷവർമ പ്ലേറ്റ്, പിന്നെ ഷവായ ഉണ്ട്, ലോഡ് ഓഫ് റൈസ്, ചിക്കൻ ഷവർമ ഉണ്ട്, പിന്നെ ഷവായ ഉണ്ട്, പിന്നെ സാലഡ്സ് ഉണ്ട്. എന്താ നിങ്ങളെന്താ പറയാ? നമ്മളെ ഞാനൊരു ഷവർമ ചെറിയൊരു റോള് പറയാം, പ്ലേറ്റ് പറയാം, ഷവർമ പ്ലേറ്റ് പറയാം. പ്ലേറ്റോ? പ്ലേറ്റ് ഷവർമ പറയട്ടെ, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും വേണോ? ഷവായ ഉണ്ട്, അത് മതിയോ? ഭക്ഷണം വന്നു തുടങ്ങിയിട്ടുണ്ട്. കഴിക്കാൻ പറ്റുമോ? ഇതാണോ പ്ലേറ്റ് ഷവർമ? ഞാനിത് ആദ്യമായിട്ടാണ് കാണുന്നത്. ഞാൻ ആദ്യമായിട്ട് ഈ സാധനം കാണി. ഇങ്ങനെ ഇരിക്കണേ? ഇല്ല. ശരിക്കും പ്ലേറ്റ് എങ്ങനെയാ? എന്തുവാ? ഓ അങ്ങനെ. എങ്ങനെ എൻ്റെ പരിപാടി ആദ്യം നോക്കട്ടെ. ഒരു മൈനസ് മുക്കുക, അങ്ങനെയാണോ? കുട്ടി കഷ്ണം മുറിച്ചെടുക്കുക. ഓക്കെ. ഞാനിത് ആദ്യമായിട്ടാണേ. ഞാൻ വിചാരിച്ചത് മൊത്തം നമ്മൾ റോളിൽ കഴിക്കണം. കുട്ടി കഷ്ണം മുറിച്ചെടുത്തിട്ട് ഇച്ചിരി ഇറച്ചെടുത്തിട്ട് മയണൈസും ഇതും കൂടി എടുത്തിട്ട് ഉഷാറാണ്. പിന്നെ എനിക്ക് പക്ഷെ PVR ഇഷ്ടമല്ല. PVRനകത്ത് ഭയങ്കര പരസ്യം വന്നു. പരസ്യം ഇട്ട് ഉറപ്പിക്കും. പക്ഷെ അതിപ്പോ എല്ലായിടത്തും ഉണ്ടായി. ഇപ്പൊ അന്ന് ഞങ്ങള് ന്യൂസ് സെന്ററിൽ പോയില്ലേ, അവിടെ ഇതുപോലെ പരസ്യം വരുന്നു. ആണോ? പിന്നെ അല്ലാണ്ട് ആൾക്കാർക്ക് പോവാനൊക്കെ തുടങ്ങി. ശരി. പക്ഷെ വനിതയിൽ ഇപ്പൊ ഇതുവരെ അങ്ങനെ പ്രശ്നമില്ല കേട്ടോ. ചില തിയേറ്ററിലില്ല, പക്ഷെ ചില തിയേറ്ററിൽ ഞാൻ സെന്ററിൽ പോയപ്പോഴും എനിക്ക് അങ്ങനെ തോന്നിയിട്ടില്ല. ഐഡന്റിറ്റി കാണാൻ വേണ്ടിട്ടേ, ഐഡന്റിറ്റി കാണാൻ വേണ്ടി പോയപ്പോഴേ ഞാൻ സെന്ററിലാണ് പോയത്. അപ്പൊ സെന്ററിൽ അങ്ങനത്തെ കുഴപ്പം എനിക്ക് തോന്നിയില്ലായിരുന്നു. ഇനിയിപ്പോ അറിയത്തില്ല എങ്ങനെയാണ്. സെന്ററിൽ ശരിയാ. ഈ പാനിൽ ഇപ്പൊ നല്ല പരസ്യമുണ്ട്. പാൻ സിനിമാസ് ഉണ്ടല്ലോ, അതാണ് സംഭവം. തിയേറ്ററുകാർക്ക് വരുമാനം വേണ്ടേ? മാത്രമേ പൈസ കൊടുത്ത് ഉണ്ടാക്കിയുള്ളൂ, ബാക്കിയൊക്കെ നഷ്ടമാണ്. പിന്നെ തുടരും നല്ല പൈസ ഉണ്ടാക്കും. പിന്നെ ഈ നല്ല നല്ല പടമൊന്നും ഇറങ്ങിയിട്ടില്ലല്ലോ. ആവേശമൊക്കെ പോലത്തെ അതൊക്കെ നമ്മൾ ഈ TV സ്ഥിരം കാണുന്ന സാധനം പിന്നെ തിയേറ്ററിൽ പോയാലും കാണും. ക്വാളിറ്റി ഉണ്ടെന്ന് പറഞ്ഞാലും TV കാണുന്ന സെയിം സാധനം തന്നെയല്ലേ. പിന്നെ കുറച്ച് ഏതാണ് അല്ലേ? ഇതിലുണ്ട്, ആമസോൺ പ്രൈമിലുണ്ട്. ഞാൻ കണ്ടില്ല. എങ്ങനെയുണ്ട് പടം? കണ്ടായിരുന്നോ? ഓ, ആക്ഷൻ മൂവിയാണോ? നോർമൽ ഒരു
ഓക്കെ ഓക്കെ ഓക്കെ. നമുക്കിനി ആ ഒരു മൂഡിൽ നിന്ന് കാണാം. ഒരു ഫാമിലി മൂവി. പടം ഒരു അവാർഡ് വൈബിനെ കിട്ടാൻ പറ്റിയ പടം. സ്റ്റോറിയും കാര്യങ്ങളെല്ലാം. ഓ, ഒരു കൊമേഴ്ഷ്യൽ പടമല്ല. എത്രത്തോളം ആൾക്കാർ ഇത് എടുക്കൂല. ഓക്കെ, നമ്മളെ തിയേറ്ററിൽ പോയി കാണാൻ എന്തെങ്കിലും ഒരു ഇത് വേണമല്ലോ പടത്തിന്. അത് ശരിയാ. ഈ ബ്രോമാൻസ് ഒക്കെ എങ്ങനെയുണ്ട്? അതൊക്കെ ഇപ്പൊ ഇതില് വന്നിട്ടുണ്ട്. വേറൊരു സിനിമ ഉണ്ട്, മറ്റേ പെപ്പേന്റെ ഒരു സിനിമ വന്നിട്ടുണ്ട്. ദാവീദാണോ? ദാവീദ്. അല്ല, അടിപ്പം പടം എന്നാ പറഞ്ഞ കണ്ടവരൊക്കെ നല്ല പടം. ദാവീദ് നല്ല അഭിപ്രായം പറഞ്ഞു. നല്ല ഡിഡി. തിയേറ്ററിൽ പക്ഷെ അത് ക്ലിക്ക് ആയില്ല. പക്ഷെ ഇവിടെ വേറെ ചെയ്തൊന്നുമില്ല. ആൾക്കാർ പുള്ളിയുള്ള ഒരു ഇതില്ല പെപ്പയ്ക്ക്. ആൾക്കാർ കയറാനേ. അത് ശരിയാ. അങ്കമാലി ഡയറീസ് ഒക്കെ അത് കഴിഞ്ഞ് പിന്നെ നല്ല പടമൊന്നുമില്ല. RDX എന്റെ മോനെ ചുമ്മാ തീ സാധനമായിരുന്നില്ലേ. നമ്മള് ഒറ്റൊരെണ്ണം കൊടുക്കലാന്ന് മനസ്സിൽ തോന്നുന്ന ടൈമിൽ പൊട്ടിക്കും. എമ്പുരാന്റെ തോൽവി അത് തന്നെയായിരുന്നു. വില്ലൻ അത്ര വലിയ പവറിലായിരുന്നു. അതെന്താ വലിയ എന്താ കോമഡി എന്നറിയോ? ഞാൻ വനിതയിലാണ് പോയത്. ഞാൻ അന്ന് സെൻട്രൽ സീറ്റ് എടുത്തത്. അപ്പോൾ ഞാൻ അവിടെ ഇരുന്ന് എൻ്റെ അപ്പുറത്ത് ആരൊക്കെ ഇരിപ്പുണ്ട് കേട്ടോ. എന്നിട്ട് എൻ്റെ അപ്പുറത്തിരുന്ന ചേട്ടൻ വേറെ ആരോട് ചോദിക്കും, ഇത് ആരാ മനസ്സിലായില്ലല്ലോ എന്ന്. എന്നോടും ചോദിച്ചു, മോനെ നിനക്ക് ഇത് ആരാന്ന് മനസ്സിലായോ? എനിക്ക് പെട്ടെന്ന് പിന്നെ എനിക്ക് മനസ്സിലായി ഇന്ന ആളാന്നുള്ളത്. ഞാൻ പറഞ്ഞു ഇന്ന ആളാന്ന്. ഇല്ല കൊറേ ഹെലികോപ്റ്ററും കൊണ്ടുവന്ന് കൊറേ പൊട്ടിക്കലും കാലത്ത് ഭയങ്കര സ്റ്റാർ ആയിരിക്കണം. ഇപ്പൊ പോയി പുള്ളി, അതാണ് സംഭവം. അപ്പൊ അങ്ങനെയൊക്കെ പഴയ കുമാറാണ് അത് ശരിയാ. അത് വേറെ രസമുണ്ട്. ടോവിനോ മരിച്ചു. എന്തിനാ മരിച്ചെന്ന് ടോവിനോയ്ക്കും അറിയില്ല, എന്തിനാ കൊന്നെന്ന് നമുക്കും അറിയില്ല. നമ്മളെല്ലാം പ്രശ്നം ഈ കഴിഞ്ഞ ദിവസം ഞാനൊരു ട്രോള് ഉണ്ടായിരുന്നു. അല്ല, മറ്റേ KGF-നകത്തുണ്ടല്ലോ. അതാ പറഞ്ഞേ, നിന്നെ കൊന്നത് ആരാന്ന് നീ ഒരു മിന്നായം പോലെയെങ്കിലും കണ്ടു. എന്നെ ഹെലികോപ്റ്റർ പറഞ്ഞു കേട്ടിട്ട് പിന്നെ ഒരു വെടിയും പുകയും മാത്രമേ ഓർമ്മയുള്ളൂ. ആരാന്നോ എന്തിനാന്നോ ഒന്നും അറിഞ്ഞൂടാന്ന്. ഇല്ലില്ല. അയ്യോ അയ്യോ. മഞ്ജുവാന്റെ ട്രാൻസ്ഫോർമേഷൻ അടിപൊളിയായിരുന്നു അതിനകത്ത്. എന്തൊക്കെ പറഞ്ഞു. എനിക്ക് ആപ്പട സിനിമയിൽ ഇഷ്ടപ്പെട്ട അത് മാത്രമേ ഉള്ളൂ. ഒരുമിച്ച് ഷെയ്ക്കാൻ്റെ കിട്ടി. അടുത്ത പ്രാവശ്യം സെറ്റ് ആക്കുന്നു. ഓക്കെ ശരി. സൂക്ഷിച്ചു പോ. മറ്റത് ഞാൻ ആ ചേച്ചി എന്നെ വിളിക്കാന്നുണ്ട്. ഞാൻ മെയിൽ അയച്ചേക്കാം പോണ വഴിയേ. ഓക്കെ എന്തൊക്കെ സെറ്റ് ചെയ്യാം. ഓക്കെ 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 ശരി. അപ്പം ബൈ. ടാറ്റ. ഓക്കെ ഓക്കെ ശരി. താങ്ക് യു. ഓക്കെ. ചായ കുടിച്ച് കിടന്ന് ഉറങ്ങും കുറച്ചു നേരം. ശരി 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 ഓക്കെ. ഓക്കെ ശരി. അപ്പോൾ ഇതായിരുന്നു നമ്മുടെ ഇന്നത്തെ വീഡിയോ. ഇന്ന് ഞാൻ ശരിക്കും ഒന്ന് റീചാർജ് ആയ ദിവസമാണ്. ഒന്നൊരു റിഫ്രഷ്മെൻറ്റ് കിട്ടിയ ദിവസമാണ് ഇന്ന്. വിഷമം, അവൾ പോയ വിഷമം ഉള്ളിലുണ്ട്, ഇല്ലെന്നല്ല. എന്നാൽ പോലും ഈ വീട്ടിലിങ്ങനെ ഒറ്റയ്ക്ക് ഇരുന്നിരുന്നിരുന്നിരുന്ന് വല്ലാത്തൊരു വീർപ്പ് മുട്ടലായിരുന്നു. എനിക്കങ്ങനെ പറയത്തക്ക വലിയ ഫ്രണ്ട് സർക്കിളോ ഒന്നുമില്ല. ഉള്ളവരിൽ ഏറ്റവും ഭയങ്കര ക്ലോസ് ആയിട്ട് നിൽക്കുന്ന 2 പേരാണ് വരേണ്ടത്. അപ്പോൾ അതാണ്. എന്തെങ്കിലും ഒന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്നെങ്കിൽ ഫോണിലപ്പോൾ തന്നെ കോൺടാക്ട് ചെയ്യും, അല്ലെങ്കിൽ നേരിട്ട് വരാൻ പറ്റും, നേരിട്ട് വന്ന് ഇതേപോലെ ഡീൽ ചെയ്യും. അതാണ് അവർ. അപ്പോൾ നാളെ കാണാം. കേട്ടോ.